ചിത്രേ, പ്ലേ ബോയ്കളെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? പ്ലേ ബോയിനെ പറ്റി അഭിപ്രായം പറയാൻ പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നമ്മുടെ ലാലേട്ടൻ പറയുമല്ലോ, പൂമ്പാറ്റ പറക്കുന്നു തേൻ കുടിക്കുന്നു പരാഗണം. ചില പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് അതിനകത്ത് പെട്ടുപോകുന്ന പെൺകുട്ടികളെ എനിക്കറിയാം. പക്ക ഒരു ഫിസിക്കൽ നീഡിന് വേണ്ടി മാത്രമായിട്ട് ആളുകളെ കൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ആ ഒരു പ്ലേ ബോയുടെ കൂടെ പോയിട്ടുള്ള ഒരു പെൺകുട്ടി, അവൾ ആ ആളുമായിട്ട് റിലേഷൻ ആയിരുന്നു. എന്നാലും ആ പെൺകുട്ടിക്കായിരിക്കും പ്രശ്നം. നീ ആ പ്ലേ ബോയുടെ കൂടെ അല്ലേ പോയത്, അപ്പോഴും ആ ചെക്കന് എന്താ പ്രശ്നം ഇല്ലാത്തത്? ചില ആൾക്കാരൊക്കെ, ചില ആൺകുട്ടികളൊക്കെ അവരുടെ വീട്ടിൽ പോലും ഈ പെൺകുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതികളിലേക്കൊക്കെ കൊണ്ടെത്തിക്കും. ആണുങ്ങളുടെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പിടിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കേൾക്കുന്നത്. പെൺകുട്ടികളുടെ നമ്മൾ ഒരു പ്ലേ ഗേൾന്ന് എവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്? നേരെ തിരിച്ച് പ്ലേ ഗേൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും? അതെ, ഇത് സമൂഹത്തിന്റെ മുമ്പിൽ വലിയ തെറ്റാണത്. കാരണം ആൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെ ആവാം, ഒന്നോ രണ്ടോ ഒക്കെ, അതൊക്കെ സ്വാഭാവികമല്ലേ. പെൺകുട്ടികളൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തെറ്റാണ്. ഈ പറയുന്ന രീതിയിൽ ഈ പെൺകുട്ടികളോടൊപ്പം ഇങ്ങനെ നടക്കുന്ന പോലെ തന്നെ ഇവര് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ നീഡ്സ് ഒന്നും പോരാതെ ട്രാൻസിനൊപ്പം പോകുന്ന ആൾക്കാരും ഉണ്ട്. ചിത്രേ, പ്ലേ ബോയ്കളെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? പ്ലേ ബോയിനെ പറ്റി അഭിപ്രായം പറയാൻ പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അവർക്ക് അങ്ങനെയാ ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ. ഈ പ്ലേ ബോയ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? പ്ലേ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോയ് ആണെന്നുണ്ടെങ്കിൽ ഒരു മറ്റേ എന്താണ്, നമ്മുടെ ലാലേട്ടൻ പറയുമല്ലോ, പൂമ്പാറ്റ പറക്കുന്നു തേൻ കുടിക്കുന്നു പരാഗണം. ഇതാണ് നമ്മൾ പ്ലേ ബോയ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിനും വലിയൊരു നിർവചനം പറയാനുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ പച്ച മലയാളത്തിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഈ പ്ലേ ബോയ് കൺസെപ്റ്റിൽ ഒരു ഇമോഷൻസ് ഇല്ല, ഓൺലി സെക്ഷൽ നീഡ് മാത്രമാണോ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഇമോഷണലി അതിനെ എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇമോഷണൽ കണക്ഷൻ ബ്രേക്ക് ആവുന്ന പല ആൾക്കാരും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം പക്ക ഒരു ഫിസിക്കൽ കണക്ഷൻ മാത്രമാണോ എന്ന് വെച്ചാൽ, എവിടേക്കോ എന്തൊക്കെയോ ഒരു ഇഷ്ടം ഉള്ളിൽ ഉണ്ടാവാൻ ചാൻസും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. പക്ക ഒരു ഫിസിക്കൽ നീഡിന് വേണ്ടി മാത്രമായിട്ട് ആളുകളെ കൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അത് നമുക്ക് ഇന്ന കാറ്റഗറി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. ആദ്യമൊക്കെ എന്താ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റിയുള്ള അഭിപ്രായം? ഈ പ്ലേ ബോയ്സിൽ തന്നെ രണ്ട് രീതിയിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ രണ്ട് കാറ്റഗറിന്ന് ഞാൻ പറയാൻ കാരണം, ഒന്നാമത്തതിനകത്ത് ഇവർക്കൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ടായിരിക്കും. ആ ബോണ്ടിൽ നിന്നാണ് ഇവർ ഈ പറയുന്ന സെക്ഷൽ നീഡുകളിലേക്ക് പോകുന്നത്. അതിനുശേഷം ഇവർക്ക് തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ വളരെ ഓക്കെ ആയി എന്ന് വെച്ചാൽ എല്ലാവരോടും ഇവർ ഈ ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അവരുടെ പീരീഡ് ഓഫ് ടൈം, ലൈഫ് പീരീഡ് അല്ലെങ്കിൽ അവരുടെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 7-8 പെൺകുട്ടികളൊക്കെ ആയിട്ട് റിലേഷൻസ്, ഒരു ലോങ് ടൈം അവർക്ക് ഇങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു ലിവിങ് പോലെ തന്നെ ഉണ്ടായിരുന്നിരിക്കാം. അതിനകത്തിൽ ഈ പറയുന്ന 8, 9, 10 ഇങ്ങനത്തെ ഈ ലിസ്റ്റ് വരുന്നത് തന്നെ കാറ്റഗറൈസ് ആയി ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ ഇമോഷണൽ ബോണ്ട് എന്ന് വെച്ചാൽ, ഞാൻ ചിന്തിക്കുന്ന അതേ രീതി തന്നെയാണോ ചിത്ര ചിന്തിക്കുന്നത്, ആ ബോണ്ടിലൂടെ ആയിരിക്കും ഇതൊക്കെ രൂപപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആണെങ്കിൽ ജസ്റ്റ് ഫ്ലേർട്ടിങ്ങിലൂടെ നമ്മുടെ സ്കില്ല് ഉപയോഗിച്ച് നമ്മൾ ഫ്ലേർട്ട് ചെയ്തിട്ട് ഒരു കൺഫ്യൂസിങ് എന്ന് വെച്ചാൽ എന്നിലേക്ക് ഒരു അട്രാക്ഷൻ കൊണ്ടെത്തിച്ചിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് മോഡുകളിലേക്ക് കൊണ്ടെത്തിക്കുക. എന്നിട്ട് പതുക്കെ സെറ്റ് ആവില്ല എന്നുള്ള രീതിയിൽ വെച്ചാൽ റിലേഷൻഷിപ്പ് ആവില്ല, അതൊരിക്കലും റിലേഷൻഷിപ്പ് അല്ല, അതിലേക്ക് ഫ്ലേർട്ട് ചെയ്ത് കൊണ്ടെത്തിച്ചതിന് ശേഷം കുറച്ച് നാളൊക്കെ അവർ ചിലപ്പോൾ അതേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. ചിലരെ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലാണ് ഒരു സമയത്ത് ഒരാളെ കാണത്തുള്ളൂ. പക്ഷേ അത് ഈ പറയുന്ന രീതിയിൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോവില്ല എന്ന് എനിക്ക് ചിത്രയ്ക്ക് ഒരേപോലെ അങ്ങനത്തെ തോട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർ ആ റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിലേക്ക് വരുന്നത്. മറ്റിടത്ത് അങ്ങനെയൊന്നുമില്ല. മറ്റിടത്ത് കൺഫ്യൂസ് ചെയ്യിക്കുക ചെയ്യുന്നത്. എനിക്ക് ഫ്ലേർട്ടിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ ഞാൻ നല്ലൊരു പ്ലേ ബോയ് ആയിരിക്കും. ആ രീതിയിലാണ് പ്ലേ ബോയ്സിൽ തന്നെ രണ്ടെണ്ണത്തിൽ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇതിനകത്ത് പെട്ടുപോകുന്ന പെൺകുട്ടികളുടെ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇതാണ് നീഡെന്ന് അറിഞ്ഞിട്ട് നിൽക്കുന്ന പെൺകുട്ടികളെ അല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട്
ഓക്കെ ഇതൊരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ ചില ഇതൊക്കെ വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഇവരൊക്കെ ചുമ്മാ പറയുന്ന കാര്യങ്ങളായിരിക്കും എന്നുള്ളത്. പക്ക ഇവർക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വേറൊരു ബന്ധം വെക്കാൻ വേണ്ടിയിട്ട് അവരെ വിശ്വസിപ്പിക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കാം. നമുക്കത് അവരുടെ ഇപ്പം ഇവരെ പൂർണ്ണം ആണുങ്ങൾ ഇങ്ങനെ ഇതിന് വേണ്ടി നടക്കും, പെൺകുട്ടികളാണ് വീഴാൻ പാടില്ലാത്തത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ചില പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് അതിനകത്ത് പെട്ടുപോകുന്ന പെൺകുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അവരിത് വിശ്വസിക്കും, അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പവർ ആയിരിക്കും, ഭയങ്കര സ്കിൽഡ് ആയിരിക്കും. കാറ്റഗറിക്കകത്തിലും ആൾക്കാർക്ക് ഇതേപോലെ ലോസുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ആദ്യത്തതിനകത്ത് ഞാൻ പറഞ്ഞ കാറ്റഗറി അനുസരിച്ച് എന്താ നിങ്ങൾക്കറിയാം, നിങ്ങൾ റിലേഷൻഷിപ്പ് ആവാൻ പോവുകയല്ല, നമ്മൾ തമ്മിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല, നമ്മൾ തമ്മിൽ ഈ പറയുന്ന സെക്ഷൽ ഒരു അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെക്സ് നടക്കുകയാണെങ്കിൽ പോലും അത് ഈ പറയുന്ന രീതിയിൽ ഒരു ദിവസം ഫുള്ള് അല്ലെങ്കിൽ കാണുമ്പോൾ സെക്സി അങ്ങനത്തെ അല്ല. അതിലൊരു ലവ് മേക്കിങ് പരസ്പരം ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില മൊമെന്റുകളിലൊക്കെ ആയിരിക്കും ഇവർ സെക്സ് ചെയ്യുന്നത്. ആ ഒരു കാറ്റഗറിക്കകത്തിലും ചില ആൾക്കാർ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇമോഷണലി ഭയങ്കര ഡീപ്പായിട്ട് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെയും നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജുകളിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. മറ്റതിനകത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ അയാളൊരു പ്ലേ ബോയ് ആണെന്നുള്ളത് ഈ പറയുന്ന പെൺകുട്ടികൾക്ക് അറിയണമെന്നില്ല. അറിയാത്ത രീതിയിൽ ഒരു ഫുൾ പെർഫെക്റ്റ് ആയിരിക്കും ചില ആൾക്കാരൊക്കെ, ചില ആൺകുട്ടികളൊക്കെ അവരുടെ വീട്ടിൽ പോലും ഈ പെൺകുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതികളിലേക്കൊക്കെ കൊണ്ടെത്തിക്കും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇയാളൊരു പ്ലേ ബോയ് ആണ്, ഇയാൾക്ക് മറ്റ് പെൺകുട്ടികളുമായിട്ട് ഇതേപോലെ തന്നെ കണക്ഷൻസ് ഉണ്ട്, റിലേഷൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ടായിരിക്കും, ഇവളെ പറ്റിയിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരിക്കും, ഇവളുടെ കാര്യങ്ങളിലൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ 100% വിചാരിക്കും ഇവനൊരു പ്ലേ ബോയ് ആണെന്ന് എന്തായാലും വിചാരിക്കില്ലല്ലോ. 100% ഇയാൾ എൻ്റെ സോൾമേറ്റ് ആണ് എന്ന രീതിയിൽ തന്നെ ആയിരിക്കും പല ഈ പറയുന്ന സെക്സിലേക്കൊക്കെ കിടക്കുന്നത്. വീട്ടിലൊക്കെ കൊണ്ടുവന്ന് സെക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്തിലേക്ക് മൈനേഴ്സൊക്കെ പെടുന്ന സാഹചര്യം വരുമ്പോൾ ആ പറയുന്ന ഈ കുറ്റം ചെയ്യുന്ന ആളുണ്ടല്ലോ, പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു പ്രതിയെ സംബന്ധിച്ച് അയാളുടെ ഫോണൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നൊക്കെ തിരിച്ചറിയുന്നത് അത് ഈ ഒരു കാറ്റഗറി ഓഫ് പ്ലേ ബോയ്സ് ആണ്. കാരണം ഇവർ ട്രസ്റ്റാണ് മെയിനായിട്ട് ബിൽഡ് ചെയ്തെടുക്കുക. ആ പറയുന്ന പെൺകുട്ടികളിലേക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിനകത്തിൽ ഈ പറയുന്ന കാറ്റഗറി ടീനേജേഴ്സ് അങ്ങനെയൊന്നും ഇല്ല. ഈ കളങ്കാവൽ എന്ന സിനിമ ചിത്രം കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇതിനൊരു ഏജ് കാറ്റഗറി ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ഒരു ഏജിന്റെ മാത്രം എപ്പോഴും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറയപ്പെടുന്നതാണ്. കാരണം നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ സൂക്ഷിക്കണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഈ ഹണി ട്രാപ്പിലേക്കൊക്കെ പെടുന്ന 30-40 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെങ്ങനെയാ പെടുന്നത്? അപ്പോൾ അവർക്ക് എത്ര മെച്യൂരിറ്റി ഇല്ലേ, സൂക്ഷിച്ചൂടെ? അവിടെയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ചിലപ്പോൾ ചില ഹണി ട്രാപ്സിലൊക്കെ ഇവർ സെക്സ് ചെയ്യുന്നുണ്ടാവും. എന്നുവെച്ചാൽ ഇവരുടെ ഈ ഓപ്പോസിറ്റ് ആളുടെ നഗ്ന വീഡിയോ എടുത്തു വെച്ചിട്ടാണ് പിന്നീട് ബ്ലാക്ക് മെയിലിങ്ങിലേക്കൊക്കെ കടക്കുന്നത്. കാരണം ഇവർ തമ്മിൽ ഒരു എന്തെങ്കിലും ഒരു സെക്സ് എന്തെങ്കിലും നടന്നിട്ടുണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ നടക്കില്ല, അല്ലാതെ ഇവരെ കൊണ്ടുവന്നൊരു അവസ്ഥയിലേക്ക് നടക്കും. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ 100% വിശ്വസിച്ചു ഒരു പെർഫെക്റ്റ് മാൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ സോൾമേറ്റ് ആണ് എന്നതിൽ ഒരു ക്ലൂ പോലും തരില്ല. ഇവരൊരു സഡൻലി ഒന്ന് എസ്കേപ്പ് ആവുന്ന സമയത്തായിരിക്കും നമ്മൾ പെട്ടുപോയി, അല്ലെങ്കിൽ അങ്ങനെയാണ് പലരും ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്നത്. ചിലതിനകത്തിലൊക്കെ ഇനിയിപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലൊക്കെ ഉണ്ടാവുന്ന ബ്രേക്കപ്പുകൾ, അങ്ങനത്തെ ലവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനെക്കാട്ടിലും നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞാനൊരു പ്ലേ ബോയ്ക്കൊപ്പം ആയിരുന്നല്ലോ, അവന് ഒരുപാട് പെൺകുട്ടികൾ ഇതിനകത്തിൽ ഈ പറയുന്ന രീതിയിൽ ഈ പെൺകുട്ടികളോടൊപ്പം ഇങ്ങനെ നടക്കുന്ന പോലെ തന്നെ ഇവർ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ നീഡ്സ് ഒന്നും പോരാതെ ട്രാൻസിനൊപ്പം പോകുന്ന ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇത്രയും നാളത് മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് ഈ ജീവിതത്തിൽ ഇത്രയും കാലഘട്ടം വേസ്റ്റ് ആയി പോയില്ലേ, ആ ഒരു തിരിച്ചറിവിലാണ് പിന്നീട് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പെൺകുട്ടികൾ പോകുന്നത്. ആൺകുട്ടികൾ പോവുക അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഇല്ലേന്ന് പലരും ചോദിക്കും.
ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്ന് വെച്ചാൽ അവർ ഭയങ്കര ഡീപ്പായിട്ട് ലവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പെൺകുട്ടികളും ഇങ്ങനെ പോകുന്ന സാഹചര്യമുണ്ട്. പെൺകുട്ടികൾക്ക് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഭയങ്കര ഈസി ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, അവളെ വേറൊരുത്തന്റെ കൂടെ കണ്ടു അല്ലെങ്കിൽ വേറൊരുത്തന്റെ അടുത്തുനിന്ന് പൊക്കി, ഇങ്ങനെയൊക്കെ. ഇത് പറയുന്നതൊക്കെ നമ്മളിപ്പം വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൺകുട്ടികളോടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഇവര് എന്റെ വാവ അങ്ങനെയല്ല എന്നുള്ളതായിരിക്കും ആദ്യമേ പറയാ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൺകുട്ടികളെക്കാട്ടിലും എന്താ പറയാ, എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി പെൺകുട്ടികൾ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നു തോന്നുന്നു. ആൺകുട്ടികൾക്ക് അത്ര ആൺകുട്ടികൾ മിക്കപ്പോഴും ഇപ്പൊ നമ്മൾ ഈ പ്ലേ ബോയ് എന്ന് പറഞ്ഞ് കേൾക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്, ആണുങ്ങളുടെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പിടിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കേൾക്കുന്നത്. പെൺകുട്ടികളുടെ നമ്മൾ ഒരു പ്ലേ ഗേൾന്ന് എവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്? എന്നാൽ എത്രയോ പെൺകുട്ടികൾ അങ്ങനെയുണ്ട്. പക്ഷെ പെൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ അത് പിടിക്കപ്പെടുന്നത് ആൺകുട്ടികളുടെ ഇടയിലാണ്. അവർക്കത് അറിയില്ല ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഒരു ചെറിയൊരു പഴുതെങ്കിലും അവര് അതിനകത്ത് എടുത്ത് വെച്ചിരിക്കും. ഇനിയിപ്പോ ഈ പ്ലേ ബോയ് എന്ന് കേട്ട് കഴിഞ്ഞാലും ആർക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ നേരെ തിരിച്ച് പ്ലേ ഗേൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതെ, ഇത് സമൂഹത്തിന്റെ മുമ്പിൽ വലിയ തെറ്റാണത്. കാരണം ആൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെ ആവാം, 1 2 ഒക്കെ, അതൊക്കെ സ്വാഭാവികമല്ലേ. പെൺകുട്ടികളൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തെറ്റാ. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പോഴും അത് നല്ല കാര്യമല്ല എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ലവ് ടുഡേ ആയിരുന്നു ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പെൺകുട്ടിക്ക് അവൻ ഭയങ്കര ട്രൂ ലവ് ആയിരുന്നു, അവൾ കോളേജിൽ പോയിട്ട് കുറച്ച് പണമുള്ള ആളുടെ കൂടെ സെക്സ് ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ലവ് ടുഡേ അല്ല, മറ്റെന്താണ് അതിന്റെ പേര്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ ആൾക്കാർ വിഷമിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇത് അതിനകത്തിൽ നേരെ ഈ പറയുന്ന പ്ലേ ബോയുടെ മറ്റൊരു വേർഷൻ ആ പെൺകുട്ടിയിലൂടെ കാണിച്ചു തരുന്നതാണ്. എന്ന് വെച്ചാൽ അതിനകത്തിൽ 2 ആൺകുട്ടികളും പറ്റിക്കപ്പെടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാറ്റഗറി ഇല്ലേ, എന്ന് വെച്ചാൽ ഈ പറയുന്ന പെൺകുട്ടി പ്രണയിച്ചില്ലെങ്കിൽ പോയിട്ടുള്ള ഈ 2 പേർക്കും ഇവളോട് ആത്മാർത്ഥമായ പ്രണയമായിരുന്നു. ഈ പെൺകുട്ടി ഒരേ സമയം ഈ 2 ആൾക്കാരുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എല്ലാവരും വിഷമിക്കുന്നുണ്ട്. ഇത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാലഘട്ടങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനകത്തില് ഒരു ആൺകുട്ടി ഈ സ്വപ്നക്കൂടിനകത്തിലെ കുഞ്ഞുഞ്ഞിന്റെ ക്യാരക്ടർ കാണുമ്പോൾ എന്തുകൊണ്ട് ഒരു വൾഗാരിറ്റി തോന്നുന്നില്ല? എനിക്ക് അതിനകത്ത് കുഞ്ഞുഞ്ഞിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അത് ആ വൾഗാരിറ്റി നമുക്ക് തോന്നാത്തതിന്റെ അപ്പുറത്തേക്കും കുഞ്ഞുഞ്ഞെന്നുള്ള ക്യാരക്ടർ പൃഥ്വിരാജ് അല്ലാതെ മറ്റൊരു സ്ത്രീ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ കൃത്യമായിട്ട് അടിച്ചു തന്നേനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊരു പേര്. പക്ഷെ ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന പേര് എന്തുകൊണ്ട് കുഞ്ഞുഞ്ഞിന് കിട്ടുന്നില്ല? അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം. നമ്മളുടെ ഇടയിൽ അങ്ങനത്തെ കുറേ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാർ അതിൻ്റെ ഇടയിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് മാത്രം അങ്ങനെ ഒരു പേര് വിളിക്കുന്നില്ല എന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ബാക്കിയുള്ളവരെ അങ്ങനെ തന്നെയായിരിക്കും കാണുന്നത്. ലൈക്ക് ഇപ്പം അവരുടെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണെന്നുള്ള രീതിയിലായിരിക്കും അവർ കാണുന്നുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം ഇവര് സെയിം കാര്യം തന്നെയല്ലേ ഇവര് ചെയ്യുന്നത്, പക്ഷെ ഇവർക്ക് ഭയങ്കര അടിപൊളിയില്ലേ അവരാ. ഞാനപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ പെൺകുട്ടികളെ അവര് സംബോധന ചെയ്യുക ഇപ്പം വെടികൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കുമല്ലേ സംസാരിക്കുക. പക്ഷെ ആൺകുട്ടികളെ നമ്മൾ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇങ്ങനെ വെടിയൻ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു ഗെയിംസ് ഗ്രൂപ്പിനകത്തിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. പ്ലേ ബോയ് അല്ലെങ്കിൽ അവൻ ഒരുപാട് ആൾക്കാരുമായിട്ട് പോയിട്ടുണ്ട്, റിലേഷൻസ് ഉള്ള ഒരാളാണ്, അങ്ങനെ ഭയങ്കര വിഷമത്തേല് അല്ലെങ്കിൽ ദേഷ്യം വിഷമം ഇങ്ങനെയായിരിക്കും പറയുന്നത്. മറ്റേതൊരു സെക്ഷുവാലിറ്റിയൊക്കെ കലർത്തിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ വിളിക്കുന്നത്. അതാണ് എനിക്ക് ആ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരാൾ ഒരുപാട് പെൺകുട്ടികളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലും പെൺകുട്ടികളെ സംബന്ധിച്ച് കുറച്ചും കൂടെ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഇമോഷണലി ഒരു കണക്റ്റ് ആയിട്ട് ഒരാൾ എന്നെ പറ്റിച്ച് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ വിഷമം അല്ലെങ്കിൽ ദേഷ്യം, ഈ 2 ഫീല് മാത്രമേ നമുക്ക് അവരെ അങ്ങനെ വിളിക്കാൻ പൊതുവെ പെൺകുട്ടികളെ കേട്ടിട്ടുള്ളൂ. പക്ഷേ മറ്റേ ഭാഗത്ത് അങ്ങനെയല്ല. മറ്റേ ഭാഗത്ത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി പൂർണ്ണമായ ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആണ്. നമുക്കിനി എന്ത് വേണമെങ്കിലും അവിടെ കയറി പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യുകയും ചെയ്യാം. ഒരു കാര്യമായി. കാരണം നീ ഓൾറെഡി പോയിട്ടില്ലേ, അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്താ ഒരു വിഷയം? അങ്ങനെ ഒരു കാര്യം എന്തോ അടിച്ചേൽപ്പിച്ച് കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥയാണ് പൊതുവെയുള്ളത്. ഇനിയിപ്പോൾ ഏത് മേഖല എടുത്ത് നോക്കിയാലും ഏത് സിനിമയ്ക്കകത്തിലാണ് കുറച്ചുകൂടെ നമുക്ക് വിമർശിക്കാൻ പറ്റുന്നൊരു സാധനം. നമുക്ക് വൾഗറായി തോന്നാത്തൊരു കാര്യം ഇനി എത്ര കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു പ്ലേ ബോയ്സിനോട് അങ്ങനെ ഒന്നും തോന്നത്തില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇനിയിപ്പോൾ ആ പ്ലേ ബോയ്സിൻ്റെ കൂടെ
ഇപ്പോ അത് ആ ഒരു പ്ലേ ബോയുടെ കൂടെ പോയിട്ടുള്ള ഒരു പെൺകുട്ടി, അവൾ ആ ആളുമായിട്ട് റിലേഷൻ ആയിരുന്നു, എന്നാലും ആ പെൺകുട്ടിക്കായിരിക്കും പ്രശ്നം. നീ ആ പ്ലേ ബോയുടെ കൂടെ അല്ലേ പോയത്, അപ്പോഴും ആ ചെക്കന് എന്താ പ്രശ്നം ഇല്ലാത്തത്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. പലപ്പോഴും പൊതുവെ ആണുങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അത് ഇപ്പോഴത്തെ സമൂഹം വെർജിനിറ്റി നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടായിരിക്കും. ഇനി അറിയത്തില്ല, ആൾക്കാർ ഇപ്പോഴും ആണുങ്ങൾ ഇത്ര ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്നത് ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അവരവരുടെ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതിന് ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ബലിയാടാക്കരുത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ അതിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കരുത് എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പെൺകുട്ടികളാണെങ്കിലും ഇപ്പോ വളരെ ഇമോഷണലി ഒക്കെ വർഷങ്ങളായിട്ടൊക്കെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികളുണ്ട് എങ്കിൽ അവരെയും അതേപോലെ രീതിയിൽ നിങ്ങൾ പറ്റിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെയിം ബോണ്ട്, സെയിം വൈബ് എന്നൊക്കെ പറയത്തില്ല, അതേപോലെ എനിക്ക് 2-3 ആൾക്കാരുടെ പോകുന്നതാണ് ഇഷ്ടം, അത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പ്രശ്നം ഇല്ലാത്ത ആൾക്കാരെ ചൂസ് ചെയ്യുക. അപ്പൊ പിന്നെ അവിടെ ഒരു വിഷമം ഉണ്ടാവില്ല, അപ്പുറത്തെ ആൾ എന്തായാലും ഡിപ്രഷനിലേക്കും പോകത്തില്ല. അങ്ങനെ രണ്ടുപേർക്കും അറിയാലോ, ഞാനും പോകുന്ന ആളാണ്, അപ്പുറത്തിരിക്കുന്ന ആളും പോകുന്ന ഒരാളാണെങ്കിൽ ഒരു വിഷയം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പോകുന്ന ഒരാളുമാണ്, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഞാനേ മെയിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം നടക്കുന്ന ഒരാള്, അങ്ങനെ ആൾക്കാരെയൊക്കെ നമ്മൾ ഹോപ്പ് കൊടുത്ത് പറ്റിക്കാതിരിക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പ്ലേ ബോയ്സ് ഒക്കെ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നേരത്തെ ഈ പറയുന്ന ട്രാൻസ് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് നമ്മൾ വിളിക്കില്ലേ, അതേപോലെ അവരൊരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവരുടെ നീഡ് അനുസരിച്ച് അവർ പെൺകുട്ടികളുടെ അടുത്തേക്ക് പോകുന്നു, പെൺകുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് ചൂസ് ചെയ്യുന്നു. ഈ കഷ്ടപ്പെട്ട് തായ്ലൻഡിലേക്കൊക്കെ വണ്ടി കയറുന്ന ആൾക്കാർക്കൊക്കെ വളരെ സുലഭമായിട്ട് ഇവിടെയും കേരളത്തിലും പ്ലേ ബോയ്സ് ഉണ്ട്. പക്ഷെ നിങ്ങളത് പുറത്തേക്ക് വന്ന് ഞാനൊരു പ്ലേ ബോയ് ആണ് എന്ന് ടാഗ് ചെയ്ത് പറയാതെ വല വീശി പിടിക്കുകയാണ് ആൾക്കാരെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറിയോട് മാത്രം പോവുക, അല്ലാത്ത ആൾക്കാരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക.